യുക്രൈനിലെ ചരിത്രപ്രസിദ്ധമായ കത്തീഡ്രലിനെ റഷ്യൻ ബോംബാക്രമണത്തിൽ നിന്നും രക്ഷിച്ചത് കനത്ത മഴ. തിങ്കളാഴ്ച പുലർച്ചെ റഷ്യ നടത്തിയ വൻ വ്യോമാക്രമണങ്ങളിലാണ് 11-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതുമായ ഡോർമിഷൻ കത്തീഡ്രൽ തീപിടുത്തത്തിൽ കത്തിയമർന്നത്. രാജ്യത്തുടനീളം വ്യോമാക്രമണങ്ങളിലായി 10 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. കീവ് പെർഷിറിക് ലാവ്ര സന്യാസാശ്രമ സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കത്തീഡ്രൽ കത്തിയമരുന്നതിനിടയിൽ പെട്ടെന്നുണ്ടായ കനത്ത മഴ അഗ്നിശമന സേനയ്ക്ക് വലിയ തുണയായി. ഇത് ദൈവത്തിന്റെ വലിയൊരു അത്ഭുത പ്രവൃത്തിയാണെന്ന് സംഭവത്തിന് സാക്ഷിയായ ബിഷപ്പ് ഔരാമി വ്യക്തമാക്കുന്നു. 20ഓളം ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആശ്രമത്തിലെ സന്യാസിമാർ ജീവൻ പണയപ്പെടുത്തി ഉള്ളിലേക്ക് ഓടിക്കേറി പുരാതനമായ തിരുസ്വരൂപങ്ങളും മറ്റു തിരുശേഷിപ്പുകളും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിനിടയിലാണ് മഴ പെയ്തത്. അതൊരു അത്ഭുതമായിരുന്നു. ബോംബാക്രമണം കഴിഞ്ഞ ഉടനെ ഒരു ചെറിയ ചാറ്റൽ മഴയായി അത് പെയ്യാൻ തുടങ്ങി. തീ കൂടുതൽ പടരാൻ തുടങ്ങിയതോടെ മഴ കനത്ത പേമാരിയായി മാറി. ഇതിൽ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ഞങ്ങൾ ദർശിക്കുന്നു. ഈ കത്തീഡ്രൽ പൂർണ്ണമായി നശിപ്പിക്കാനായിരുന്നു റഷ്യൻ ശ്രമം. എന്നാൽ ദൈവം ആ നീക്കം പരാജയപ്പെടുത്തിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ ക്രൂരമായ ആക്രമണത്തെ യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി ശക്തമായി അപലപിച്ചു. ക്രൈസ്തവ സംസ്കാരത്തിന് നേരെ റഷ്യ ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നാണിതെന്ന് അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. കിഴക്കൻ ക്രൈസ്തവ ചരിത്രത്തിലെ ഏറ്റവും പവിത്രമായ പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് കീവ് പെർഷിറിക് ലാവ്ര അഥവാ ഗുഹാ ആശ്രമം. ഡിനിപ്രോ നദീതീരത്തെ കുന്നിൻ ചെരുവുകളിൽ AD 1050കളിൽ ആന്റണി എന്ന സന്യാസി പ്രാർത്ഥനയ്ക്കായി വെട്ടിത്തുറന്ന ഗുഹകളിൽ നിന്നാണ് ഈ വലിയ സമുച്ചയം ഉണ്ടായത്. പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി ഉപയോഗിച്ചിരുന്ന ഈ ഭൂഗർഭ തുരങ്കങ്ങൾ പിൽക്കാലത്ത് വിശുദ്ധരുടെ കല്ലറകളായും മാറി. ഇതിന്റെ കേന്ദ്ര ബിന്ദുവായ ഡോർമിഷൻ കത്തീഡ്രൽ AD 1070-1080 കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടത്.